എന്തിനു വേണ്ടി? ഇത് കണ്ടിട്ടെങ്കിലും ചെറുപ്പക്കാരാകർഷിക്കട്ടെ. അതിനുവേണ്ടിയുള്ള വേദി പരസ്യമായി അവരങ്ങൊരുക്കി. അതേ മനുഷ്യരാട് മറ്റു സ്ഥലത്ത് പോയിട്ട് പറയുന്നത് പണ്ടത്തെ പെണ്ണുങ്ങള് വഴി അരികിലൂടെ കുടയും മറച്ചു പിടിച്ചിട്ടായിരുന്നു നടന്നിരുന്നത്. മറ്റു സ്ഥലത്ത് പോയിട്ട് അതേ മനുഷ്യൻ പോയി പറയുന്നതോ ചങ്ങരംകുളം സമ്മേളനം ഇത്ര ദിവസങ്ങളിൽ നടക്കുന്നു, നിങ്ങൾ എല്ലാവരും ഭാര്യ മക്കളും ഒന്നായിട്ട് അവിടെ വരണം, അങ്ങോട്ട് ക്ഷണിക്കാം. ഇതേത് തൗഹീദ? ഇതാര് പഠിപ്പിച്ചു തന്ന ആദർശ? ഇതല്ലേ ഞങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. നിങ്ങൾ ഇതൊക്കെ പറയണം, ഇത് നിങ്ങൾ പറയണം. നിങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. എന്തേ നിങ്ങളത് തുറന്നു പറയാതിരുന്നത്? എന്തേ വെറും തൗഹീദിൽ മാത്രം പിടിക്കുന്നത്? തൗഹീദ് ഞങ്ങൾക്ക് ചെറുതായി തോന്നി എന്നതുകൊണ്ടല്ല, തൗഹീദ് എന്താണെന്ന് ഞങ്ങൾ ശരിക്ക് പഠിച്ചിട്ടുണ്ട്, ഞങ്ങളത് പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളത് പഠിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങൾ തൗഹീദ് പഠിപ്പിക്കണ്ട. ശിർക്ക് എന്താണെന്ന് ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, അത് പഠിച്ചു വരുന്നുണ്ട്. നിങ്ങളതിപ്പോൾ നിങ്ങളുടെ നിർവചനം മാറ്റാനുള്ള ഒരുക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ശരിക്കും മനസ്സിലാക്കണം, വെറും ശിർക്കിന്റെയും തൗഹീദിന്റെയും പേര് പറഞ്ഞുകൊണ്ട് ഇതുപോലുള്ള ഒരുപാട് തോന്നിവാസങ്ങൾ ലോകത്ത് നടത്തണം എന്ന നിങ്ങളുടെ ഒരു താല്പര്യം, അത് തൽക്കാലം നടക്കില്ലെന്ന് ഞങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ എന്തെല്ലാം ഇവിടെ നടത്തി, എന്തെല്ലാം നിങ്ങൾ ഈ സമൂഹത്തോട് പറഞ്ഞു. കേൾക്കൂ, നിങ്ങൾ ബാലുശ്ശേരി മൗലവിയാണ് അത് പറയാൻ നല്ലത്. സുബ്ഹാനല്ലാഹ്, അയാൾ പറയൽ മാത്രമല്ല, അയാൾ ചിലപ്പോൾ അടിക്കാൻ ചാടും ചെയ്യും. അത് ഞാൻ കാണിക്കുന്നുണ്ട്. ഇവരെ തൗഹീദ് കുറച്ചുകൊണ്ട് ഊക്കൂടുമ്പോ പിന്നെ അങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇസ്ലാമിന് സ്നേഹമുണ്ടോ? ഒരുപാട് കാലത്തേക്ക് കുറെ മുസ്ലിയാക്കന്മാരെ ചങ്ങലിൽ കെട്ടിയിട്ട് തിന്നാനും കുടിക്കാനും കൊടുക്കുക, കുളിപ്പിക്കുകയും ഡ്രസ്സ് മാറ്റി കൊടുക്കുകയും ചെയ്യുക. ഒരു 5 കൊല്ലം കേരളത്തിലെ മുഴുവൻ പുരോഹിതന്മാരെയും കൊല്ലണ്ട, പിടിച്ചു കെട്ടിയാൽ മതി. വേദനിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല. പിടിച്ചു കെട്ടുക, കെട്ടിയിടുക, എന്നിട്ട് ഈ മുസ്ലിം ഉമ്മത്തിനെ മോചിപ്പിക്കുക, അവർക്ക് സ്വർഗത്തിന്റെ വഴി കാണിച്ചു കൊടുക്കുക. അപ്പോ കാര്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ നല്ല വിഷമുണ്ടല്ലേ? അപ്പൊ ഞങ്ങളൊക്കെ ഒന്ന് പിടിച്ച് ചങ്ങലക്കിടണം, എന്നിട്ട് നിങ്ങൾ സ്വർഗത്തിന്റെ വഴി കാണണം. നിങ്ങളെ സ്വർഗത്തിന്റെ വഴി ഏതാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ കുറച്ച് മൗലവിമാര് തീരുമാനിച്ചു, എന്നാ ഇനിയിപ്പോ കുറച്ചു കാലം നമ്മൾ പരിപാടിയൊക്കെ നിർത്തിവെച്ചിട്ട് ഈ മുസ്ലിയാക്കന്മാരെ പിടിച്ചൊന്ന് ചങ്ങലക്കിടാൻ പോകുക. അങ്ങനെ ചങ്ങലക്കിടാൻ വേണ്ടിയിട്ട് പല സംവാദങ്ങളിലും അതിഗംഭീരമായി സൂപ്പർ സ്റ്റാർ ആകാൻ വേണ്ടി കടന്നു വന്ന എന്ന് സ്വപ്നം കണ്ട ഒരു മൗലവിയാണല്ലോ ഹനീഫ കായക്കൊടി. ആ മൗലവി അവസാനം കാര്യം തുറന്നു പറയാണ്, ഇറ്റിങ്ങളെ ചങ്ങലക്കിടാൻ കഴിയൂലട്ടോ. ചങ്ങലക്ക് ഇടാൻ വേണ്ടിയിട്ടും നേതാക്കള് പ്രോത്സാഹിപ്പിച്ചപ്പോ എന്നാ പിന്നെ ആ പണി എന്നെ അങ്ങ് ചെയ്യാ എന്ന് മനസ്സിലാക്കി രംഗത്തിറങ്ങി ഒരുപാട് സംവാദങ്ങളിൽ വന്നതിനേക്കാളും സ്പീഡിൽ തിരിച്ചു പോകേണ്ട ഗതികേട് വന്ന പാവം മൗലവിമാര് കാര്യം പിന്നീട് തുറന്നു പറയാണ്. ചങ്ങലക്കിടേണ്ടത് ഇവരല്ല, ഇവരിടാൻ കഴിയൂല, പിന്നെ ഇടേണ്ടത് എവിടെയാണ്? ഇവരെ നമുക്ക് ചങ്ങലക്കിടാൻ കഴിയില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ മനസ്സിനെ ചങ്ങലക്കിട്ടോ, എന്നിട്ട് ഈ പുരോഹിതന്മാരിൽ നിന്ന് നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ചു നിർത്തിക്കോ. അങ്ങനെ അങ്ങോട്ട് നിയന്ത്രിച്ചു വരിങ്ങൾ. ഞങ്ങളെ ചങ്ങലക്കിടുന്ന കാര്യമൊക്കെ അവിടെ നിർത്തിവെക്കുക, അത് കഴിയൂല എന്നിപ്പോ മനസ്സിലായല്ലോ. കാരണം ഏറ്റവും വലിയ സൂപ്പർ താരമാണ് കാര്യം തുറന്നു പറയുന്നത്. മുജാഹിദ് ബാലുശ്ശേരിക്ക് പൊട്ടത്തരം പറഞ്ഞേ പരിചയമുള്ളൂ. ഇങ്ങനെ ഈ പൊട്ടത്തരം മുന്നിൽ വന്ന് പറയാൻ ആ സാധുവിന് ധൈര്യമില്ല. അതുകൊണ്ട് തന്നെ ചങ്ങലക്കിടാൻ പറഞ്ഞപ്പോ ചങ്ങലക്കിടാം എന്ന ലക്ഷ്യത്തോടുകൂടെ കടന്നു വന്ന മൗലവി കഴിയൂല എന്ന കാര്യം തീർത്തു പറയാം. അത് ഈ നാട്ടിലുള്ള മുജാഹിദിന്റെ ആളുകൾ നന്നായി പഠിക്കണം. അത് സാധിക്കൂല. പക്ഷേ നിങ്ങൾ ഇനി ചങ്ങലക്കിട്ടാലും ഇട്ടില്ലെങ്കിലും ഞങ്ങൾക്കതൊരു കംപ്ലൈന്റ് ഇല്ല. നിങ്ങൾ അങ്ങനെ ഇട്ടവരാട്, ഞങ്ങളെ നേതാക്കളെ പലപ്പോഴും കഴുത്തറുത്ത് കൊന്നവരാട്, പല ആക്രമണവും നിങ്ങൾ നടത്തിയവരാട്, ഇപ്പോഴും കുട്ടികളെ കഴുത്ത് പിരിച്ച് കൊല്ലണം എന്ന് ഫത്വ കൊടുക്കുന്നവരുമാണ്. അല്ലേ? അല്ല എന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇൻഷാ അല്ലാഹ് ഞാൻ കാണിച്ചു തരാം.
അങ്ങനെ എല്ലാ ആക്രമണങ്ങളും നിങ്ങൾ ഇവിടെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്, നടത്തിയിട്ടുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ആളുകളെ ഇറക്കി വിടുന്നുമുണ്ട്. പക്ഷേ ഞങ്ങൾ പേടിക്കുന്ന ചങ്ങല ഇതല്ല. ഫീ സിൽസിലത്തിൻ ദർഉഹാ 70 ദിറാഅൻ ഫസ്ലുകൂ. നാളെ നരകത്തിലേക്ക് എറിയാൻ വേണ്ടി 70 മുഴം വലിപ്പമുള്ള ഭീകരമായ ഒരു ചങ്ങല കൊണ്ടുവന്ന് അതാ നരകത്തിൽ കടക്കേണ്ട ആളുകളെ അവരുടെ മൂർധാവും അവരുടെ ചെരിപ്പടിക്കാലും കൂട്ടിയങ്ങ് കെട്ടിയിട്ട് ബാക്കിയുള്ള ചങ്ങല ചുരുട്ടി മടക്കി കഴുത്തിലേക്ക് അങ്ങ് ചാർത്തി ആ കെട്ടിയ ഭാഗം തൂക്കി പിടിച്ച് മലക്കുകൾ ഒരൊറ്റയേറാട്. ആ ചങ്ങല ഞങ്ങൾ പേടിക്കുന്നു മുജാഹിദേ. നിങ്ങളിവിടെ ഞങ്ങളെ പണ്ഡിതന്മാരെ ചങ്ങല കിട്ടാനും വിട്ടില്ലെങ്കിലും ദുന്യാവിലെ ചങ്ങല ഞങ്ങൾക്ക് പേടിയല്ല കേട്ടോ. ആഖിറത്തിലെ ചങ്ങലയിൽ കുടുങ്ങാതിരിക്കാൻ ഞങ്ങള് കാര്യം തുറന്നു പറയും. നിങ്ങൾ വിഷമിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ആ ഭാഗം പരിഗണിക്കുകയില്ല. ഞങ്ങള് പേടിക്കുന്ന ചങ്ങല ആഖിറത്തിലെ ചങ്ങല. ദുന്യാവിലെ ചങ്ങല കൊണ്ട് കഴിയൂല എന്നും കഴിയുമെന്നും നിങ്ങൾ തന്നെ തമ്മിൽ അടിയാ. ഇവരിടാൻ പറ്റുമോ? ഒരാൾ പറയുന്നു ഇടണം എന്ന് പറയുന്നു, എന്നാ സ്വർഗം കിട്ടും. മറ്റേ പറഞ്ഞ് കഴിയൂല, നമ്മളെ മനസ്സിൽ സ്വർഗം ചങ്ങലക്കിടുക. അങ്ങനെ നിങ്ങൾ എന്ത് കാട്ടിയാലും വേണ്ടില്ല, ഞങ്ങൾക്ക് വിരോധമല്ല. ഏതായിരുന്നാലും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദർശം അത് പൂർണ്ണമായും സുന്നികൾക്കുണ്ട് എന്ന് പറയുന്ന വിഷയത്തിൽ നിങ്ങൾ വരെ അനുകൂലിച്ചവരും നിങ്ങളത് തുറന്നു പറഞ്ഞവരുമാണ്. മുജാഹിദ് ബാലുശ്ശേരി തന്നെ ആ കാര്യം തുറന്നു പറയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരായിരുന്നു എന്ന്. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. ഞാൻ ആ അഭിപ്രായക്കാരനാണ്. ആ അഭിപ്രായത്തിൽ നിങ്ങൾ ഉറച്ചു നിന്നാ ഒരു കുഴപ്പം സംഭവിക്കൂല. അതിൽ ഉറച്ചു നിൽക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം മുഴുവൻ നടക്കുന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുന്നിയായിരുന്നു. തുറന്നു പറയൂ, നിങ്ങൾ വഹാബിയല്ല. ഏതാണ്? നിങ്ങൾ പറയാറുണ്ടല്ലോ നിങ്ങൾ വഹാബികളാണിത്, അല്ലേ? അപ്പൊ നിങ്ങളുടെ ആദർശവും നിങ്ങളുടെ ആശയവുമായി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ബന്ധമില്ല. നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ വഹാബികൾ എന്ന് നിങ്ങളെ വിളിക്കാൻ തന്നെ കാരണം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന മനുഷ്യനിലേക്ക് ചേർത്തിയിട്ടാണ് എന്ന് ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന്റെ ഒരു ആമുഖം എന്ന് പറയുന്ന പുസ്തകത്തിൽ കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ചതിൽ തന്നെ നിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിലേക്ക് ചേർത്തിയിട്ടാണ് നിങ്ങൾ വഹാബികൾ, ആ ആശയത്തിന് വഹാബിസം എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ആശയവുമായി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. ഞാനല്ലോ പറഞ്ഞത് മുജാഹിദ് ബാലുശ്ശേരി ഞങ്ങളെ ചങ്ങലക്കിടണം എന്നാൽ സ്വർഗം കിട്ടും എന്ന് പറഞ്ഞ ആളാ പറയുന്നത്. അപ്പോ ഇനി നിങ്ങൾക്ക് ചങ്ങലക്കിടുന്നതിന് വിരോധമൊന്നുമില്ല. കാരണം ഞങ്ങള് ഏതായിരുന്നാലും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാർഗം വിട്ട് അവിടുത്തെ നിർദ്ദേശം ഒഴിവാക്കി വഹാബിസത്തിന്റെ നേതാവാകുന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെയോ അവരെ അനുകൂലിക്കുന്ന നിങ്ങളെയോ നിങ്ങളുടെ നേതാക്കളെയോ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ പേരിലാണ് നിങ്ങൾ ചങ്ങലക്കിടാൻ വരുന്നതെങ്കിൽ നിങ്ങൾ ഇട്ടോ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇടാൻ താല്പര്യപ്പെടുന്ന പ്രവർത്തകരെക്കാളും അതിശക്തമായി രംഗത്തിറങ്ങിയ ആളാണല്ലോ ഹനീഫ കായക്കൊടി. അയാള് പറയുന്നത് കഴിയൂല എന്നാലും സാധിക്കൂല, അതിനേക്കാൾ നല്ലത് നമ്മളെ മനസ്സിനെ ചങ്ങലക്കിടുക. കാരണം എന്താ? നമ്മുടെ പ്രസംഗങ്ങളും നമ്മുടെ ഉപദേശങ്ങളും നമ്മുടെ നിർദ്ദേശങ്ങളും നമ്മുടെ പ്രചരണങ്ങളും എല്ലാം അവരുടെ ആളുകളിൽ തന്നെ നല്ല മാറ്റമുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ചങ്ങലക്കിട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അവരുടെ വിശദീകരണം കേട്ട് തനതായ ആദർശത്തിലേക്ക് തന്നെ നീങ്ങിപ്പോകും എന്ന അതിയായ പേടി നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുണ്ട്. അതാണ് കഴിഞ്ഞകാല സംവാദങ്ങളിലും ഈ അടുത്ത് നടന്ന സംവാദങ്ങളിലുമൊക്കെ പ്രകടമായിട്ടുള്ളത് എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. 7 കുടുംബം മുജാഹിദായി എന്ന് പറഞ്ഞല്ലോ ഇവിടെ വന്ന മൗലവി അടക്കം. പച്ച കള്ളമല്ലേ പറഞ്ഞത്? ഒരൊറ്റ ആളെ നിങ്ങൾക്ക് ഇവിടെ ഹാജരാക്കാൻ സാധ്യമാണോ?
ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ ഹാജരാക്കൂ, ഇൻഷാ അല്ലാഹ് അതിന്റെ അടുത്ത തവണ തന്നെ ഞാനും ഹാജരാക്കാം.